സമയത്തിനകം PV അൻവരും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനെത്തും എന്ന് അറിയുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹാഷ്മി, അല്പം മുൻപ് PV അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ടാറ്റയോ ബിർളയോ അംബാനിയോ ഒന്നുമല്ല തന്നോടൊപ്പം വരാൻ പോകുന്നത് സാധാരണക്കാരായ ആളുകളായിരിക്കും. അത് മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധീകരിച്ച ഒരു കർഷകൻ, മറ്റൊന്ന് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, മൂന്നാമതൊരാൾ വഴിയോര കച്ചവടക്കാരെ പ്രതിനിധീകരിച്ച ഒരാൾ. ഇങ്ങനെ 3 പേരായിരിക്കും തന്നോടൊപ്പം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുണ്ടാവുക എന്നാണ് PV അൻവർ പറഞ്ഞത്. എപ്പോഴാണ് അൻവറുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് നിലമ്പൂരിൽ നിന്ന്? ഉറപ്പായും ഗോപേഷ്, ഓരോരോ മേഖലകളിൽ സ്വാധീനമുണ്ടാക്കാൻ, ഓരോരോ ചെറിയ കോൺസ്റ്റിറ്റ്യൂൻസി ആളുകൾ സ്വാധീനമുണ്ടാക്കാൻ അൻവർ ആദ്യം മുതലേ നടത്തുന്ന നീക്കങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതിന്റെ തുടർച്ചയിലുള്ള തിയേറ്ററിക്സ് തന്നെയാണ് ഈ പറയുന്ന 3 പേരെ കൂടെ കൂടുന്നത് ഉറപ്പായും പറയാം. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പത്രിക സമർപ്പിക്കാൻ പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ PV അൻവർ ഒരു 10 മണിയോട് വരുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ അതിപ്പോൾ ഒരു 11:30-12 മണിയാകും എന്നറിയാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മടങ്ങുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പ്രചരണ മുഖത്താണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായും പറയാം ഗോപികൃഷ്ണൻ, നിലമ്പൂർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണിത്. നിലമ്പൂർ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വാശിയേറിയ, ഒരുപക്ഷെ പ്രഡിക്ഷൻ സാധ്യമല്ലാത്ത വണ്ണം അങ്ങേയറ്റം ടൈറ്റായ, ഓരോ വോട്ടും അതിനിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് വേണം ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീലിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളാണ് എന്ന് തന്നെയാണ് നിർണായകം. അത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും LDF-ന്റെയും UDF-ന്റെയും വോട്ടുകൾ കാർന്നു തിന്നാൻ അൻവർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ PV അൻവർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തും ലീഗുമായും തമ്മിലുള്ള പ്രശ്നങ്ങൾ, M സ്വരാജിന്റെ പ്രശ്നങ്ങൾ, LDF-ന്റെയും UDF-ന്റെയും പ്രശ്നങ്ങൾ, അങ്ങനെ ഇരുപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് 2 ക്യാമ്പിനെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന തന്ത്രമാണ് PV അൻവർ പയറ്റുന്നത്. അതോടൊപ്പം ഒരുപക്ഷെ അൻവർ കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയാണ്, VD സതീശനെ തന്നെ ലക്ഷ്യം വെക്കുകയാണ് PV അൻവർ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് PV അൻവറിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് തോന്നുന്നത്. കാര്യം ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദും പണ്ട് മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമ അത് മുസ്ലിം വിരുദ്ധ പ്രമേയമാണ് എന്ന നറേറ്റീവ് ഉണ്ടാക്കുക, അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന് ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ ലീഗ് നേതാക്കളല്ലാതെ ലീഗ് താഴെത്തട്ടിലുള്ള ലീഗ് അണികളുടെയൊക്കെ വോട്ട് ഏതെങ്കിലും തരത്തിൽ സ്വന്തമാക്കുക, പരമാവധി വോട്ട് പിടിക്കുക, താൻ നിൽക്കുന്ന കോസിന് ജനം കൂടെയുണ്ട് എന്ന് കാണിക്കുക. മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ജയിക്കുക എന്ന് പറയുന്ന PV അൻവറിന്റെ രാഷ്ട്രീയത്തിന് നല്ലതല്ല എന്ന് അദ്ദേഹം നന്നായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്ന് തന്നെയാണ് ആര്യാടന്റെ PV അൻവറിന്റെ പ്രഥമ ദൌത്യം എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തൊട്ടു മുൻപായി ഗുരുതരമായ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നതാണ് മുഹമ്മദ് റിയാസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതിന്റെ തെളിവുകൾ ഒരു ഘട്ടത്തിൽ വേണ്ടി വന്നാൽ പുറത്തുവിടും. വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി തന്നെ താൻ മറുപടി നൽകുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും തനിക്ക് വിളിച്ചു പറയേണ്ടി വരും എന്നുമാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഒരു കേവല ഭീഷണിയായി മാത്രം കണ്ടാൽ മതിയോ? അൻവറിന്റെ പല സ്ട്രാറ്റജികളിൽ ഒന്ന് എന്ന നിലയ്ക്ക് പരിഗണിച്ചാൽ മതിയോ? അതല്ല ഈ തെരഞ്ഞെടുപ്പ് തന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ഇല്ലായ്മ ചെയ്യുമോ എന്ന ആശങ്കയിൽ നിന്ന് അൻവർ പറയുന്നതാണോ ഈ കാര്യങ്ങളൊക്കെ? എങ്ങനെ വിലയിരുത്തണം? പറയുന്നത് അൻവറാണ് ഗോപികൃഷ്ണൻ. ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് എന്നൊരു പ്രശ്നം PV അൻവറിനുണ്ട്. ഞാൻ മത്സരിക്കാനില്ല, കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ PV അൻവർ ഇന്നലെ ഈ പറഞ്ഞ പണം വരികയും മത്സരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. തുടക്കം മുതൽ അൻവർ പറയുന്ന നിലപാടുകളുടെ സ്ഥിരതയില്ലായ്മ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഫോൺ കോളൊക്കെ ഉണ്ട് എന്നുള്ളത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അൻവർ ഗോപികൃഷ്ണൻ, ഞാൻ ഓർക്കുന്നത് നമ്മുടെ ജനകീയ കോടതിയിൽ 2 വർഷം മുൻപാണ് അന്ന് PV അൻവർ ജനകീയ കോടതിയിൽ വന്നിരുന്നു. അന്ന് PV അൻവർ ആ ജനകീയ കോടതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നും അക്കൗണ്ടിൽ പണം കയറ്റുന്ന മാധ്യമപ്രവർത്തകരുടെ വിവരങ്ങൾ ഞാൻ ഉടനെ പുറത്തുവിടും, അതിന്റെ സകല രേഖകൾ എൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം വർഷം ഇത്രയായി ഒന്നും പുറത്തേക്ക് വിട്ടില്ല. അതുകൊണ്ട് ഒരു വാദമുഖത്ത് ജയിക്കാൻ വേണ്ടി അൻവർ പലതും പറയും എന്നതിനപ്പുറം മുഹമ്മദ് റിയാസിനെതിരായ ഫോൺ കോളൊക്കെ തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും, അൻവർ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, PV അൻവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. PV അൻവർ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇപ്പോഴും UDF-മായി ചില ചർച്ചകൾ നടക്കുന്നുണ്ട്, PV അൻവർ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പിൻവലിച്ചേക്കുമെന്ന് കേട്ടിരുന്നു. അങ്ങനെയല്ല, PV അൻവർ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തോട് കഴിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ TMC-യുടെ പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആഴത്തിൽ ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങുക എന്നതിനാണ് PV അൻവറിന്റെ ലക്ഷ്യം. അത് അൻവറിന് ജയിക്കാന്ന് ഉദ്ദേശത്തിൽ തന്നെയല്ല, അൻവർ ജയിക്കില്ല എന്ന് അൻവർ പറയില്ല, പക്ഷെ അൻവറിന് ജയിക്കാൻ ഉദ്ദേശത്തിലല്ല, അത് VD സതീശനെയും ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ഉദ്ദേശത്തിലാണ് PV അൻവർ ഇവിടെ കളത്തിലിറങ്ങുന്നത്. ഇപ്പോഴും പക്ഷേ ചില അനുനയ നീക്കങ്ങളൊക്കെ നടക്കുന്നു കേൾക്കുന്നു, നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ PV അൻവർ പറയുന്നത് അങ്ങനെയല്ല, ഇത് മത്സരിച്ച് മാത്രമേ അടങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ നമുക്ക് വർഗീയം, കമ്മ്യൂണൽ അല്ലെങ്കിൽ മതം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം നമുക്കൊക്കെ ഉള്ളപ്പോൾ ആ മതം പറയുന്നത് ശരിയാണോ എന്ന്
സംശയം തോന്നുന്ന പി വി അൻവറിന് ചില പ്രസ്താവന ഉണ്ടാകുന്നതും ആര്യാടൻ മുഹമ്മദും ലീഗും തമ്മിലുള്ള വൈരം അത് ചരിത്രപരമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് പുറത്തിട്ടുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമകൾ പാടമൊന്നൊരു വിലാവും ഒക്കെ ഏത് തരത്തിലാണ് അത് ഇസ്ലാമിക വിരുദ്ധ സിനിമയാവണമെന്ന് മനസ്സിലാവുന്നില്ല അൻവർ പറയുന്നത് പോലെ. എന്തായാലും ഈ പറയുന്ന ഒരു കലാരൂപത്തെ പോലും എടുത്തിട്ടുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ ആ മതവിഭാഗത്തിനിടയിൽ വളരെ മോശക്കാരനായി അല്ലെങ്കിൽ ആ മതത്തിനെതിരാണ് എന്ന് ചിത്രീകരിക്കാനുള്ള നറേറ്റീവ് പി വി അൻവർ അത് ഉറപ്പായും പ്രചരണത്തിൽ പി വി അൻവറിന്റെ പ്രധാന നറേറ്റീവ് അത് തന്നെയാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ടെന്ന സംശയം വേണ്ട. അതേസമയം തന്നെ സ്വരാജ് ഇവിടെ ശബരിമല വിഷയത്തിലെടുത്ത ആ നിലപാട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിനെതിരാണ് എന്ന രീതിയിൽ പറയുന്നു, മുഹമ്മദ് റിയാസിനെതിരെ പറയുന്നു. അങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഒരേപോലെ ഇടതുപക്ഷത്തിനെയും യു ഡി എഫിനെയും അറ്റാക്ക് ചെയ്യുക, ഒരു പടി കൂടി കടന്ന് യു ഡി എഫിനെ കുറിച്ച് കൂടുതൽ അറ്റാക്ക് ചെയ്യുക, അവിടെ നിന്ന് കിട്ടാവുന്ന വോട്ടുകൾ പരമാവധി ശേഖരിക്കുക, രണ്ട് ക്യാമ്പിൽ നിന്ന് പരമാവധി വോട്ടുകൾ ശേഖരിക്കുക. അൻവർ പറയുന്ന പോലെ 25,000 വോട്ടുകൾ എങ്കിലും അൻവറിന് പിടിക്കാൻ കഴിഞ്ഞാൽ അൻവർ ഇവിടെ അപ്രസക്തനല്ല. രാഷ്ട്രീയ അപ്രസക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ കാലഹരണം എന്നവർ ദുർവിധി തനിക്ക് നേരിട്ടിട്ടില്ല എന്ന് ഒരുപക്ഷെ തെളിയിക്കാൻ ബോധ്യപ്പെടുത്താൻ അൻവറിന് കഴിയും. അൻവർ അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ്. അൻവർ ഏതളവിലും പ്രചരണത്തിൽ അൻവർ ഏതളവിലും പോകുമെന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഗോപികൃഷ്ണൻ നമ്മൾ പറയുന്നത് ഒരുപക്ഷെ സാധാരണ പി വി അൻവർ രാജിവെക്കുമ്പോൾ ഇവിടെ ഒരു കേക്ക് വാക്ക്, ഒരു ഈസി വാക്ക് ഓവർ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ കരുതിയിരുന്നിടത്തൊന്നും ഇവിടെ ഒന്നും പറയാൻ കഴിയാത്ത വണ്ണം ഇനി വരും ദിവസങ്ങളിൽ വാക്പോരുകളുടെ പരമാവധിയിലേക്ക് പോകുന്നത് വരും. ഒരുപക്ഷെ അത് സഭ്യതയുടെ ഏതളവിൽ നിൽക്കുന്നു നമുക്ക് കാത്തിരുന്നാണ്. ഇപ്പോൾ എം സ്വരാജ് ആര്യാടൻ ഷൗക്കത്തുമാണെങ്കിൽ അവർക്കൊരു നിലപാടുകൾ നിലവാരമുള്ളവരാണ്. അതല്ലാതെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ ഏതളവിൽ പോകുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ താലൂക്ക് ഓഫീസറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ പി വി അൻവറും പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തും. നോമിനേഷൻ കൊടുത്ത ആദ്യം ബി വി പ്രകാശിന്റെ വീട്ടിലേക്കായിരിക്കും താൻ പോയി വോട്ട് ചോദിക്കാൻ പോകുന്നതെന്നാണ് നേരത്തെ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിന് അവിടെ പോകാനാകില്ല, കാരണം വി വി പ്രകാശ് മരിച്ചപ്പോൾ ഒരു പ്രശ്നം ഒഴിവായി എന്ന മട്ടിലായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം എന്ന് തന്നോട് ചിലർ പറഞ്ഞതായി പി വി അൻവർ അല്പം മുൻപ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗൗരവമുള്ള ചില ആരോപണങ്ങളും അൻവർ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുത്ത വാഗ്വാദങ്ങൾക്കും വാക്പോരിനുമൊക്കെ ഇടവെക്കുന്ന ഒരു രീതിയിലേക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറാൻ പോകുന്നു എന്നതിന്റെ സൂചന ഇപ്പോൾ തന്നെ അൻവർ നൽകിക്കഴിഞ്ഞു. അല്പസമയത്തിനകം പി വി അൻവറും താലൂക്ക് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.